അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വീടുകളിൽ ധാരാളമായി കണ്ടുവരുന്നൊരു ജീവിയാണ് ഈ എട്ടുകാലി, അതായത് ചിലന്തി. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണിത്. അതായത് ചിലന്തി വല വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നും രണ്ടും പണ്ഡിതന്മാരല്ല, ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ ആ ചിലന്തി വല നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിർബന്ധമായും നീക്കണം. ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ല, ബഹുമാനപ്പെട്ട ഇമാം ഖർബൂത്തി റഹിമഹുല്ല, ബഹുമാനപ്പെട്ട ഇമാം മൂസദ്ദമീരി റഹിമഹുല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് അവരൊക്കെ ഹദീസ് നിവേദനം ചെയ്യുന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ വീടുകളിൽ ചിലന്തി വല കെട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് മാറാല പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കണം, അത് നിർബന്ധമാണ്. ഇനി അങ്ങനെ നീക്കിയില്ല എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരും എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വരുന്ന ഹദീസിലുണ്ട്. അപ്പൊ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ വീടുകളിൽ ചിലന്തി വലകൾ ഉണ്ടെങ്കിൽ, മാറാല ഉണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ അടിച്ചു കൊട്ടി അത് ഇല്ലാതെയാക്കണം. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. കാരണം ദുനിയാവും ആഖിറവും നശിച്ചു പോകും ഈ ദാരിദ്ര്യത്തിന് തൊട്ട്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ നീങ്ങുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ എട്ടുകാലി, അതായത് ചിലന്തി, അതിനെ കൊല്ലാൻ പാടുണ്ടോ? ചില ആളുകൾ പറയുന്നത് കൊല്ലാം, ചില ആളുകൾ പറയുന്നു കൊല്ലാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദന അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ശത്രുക്കള് കാണാതിരിക്കാൻ വേണ്ടി ആ ഗുഹാമുഖത്ത് ചിലന്തി വന്നിട്ട് വല കെട്ടുകയും പ്രാവുകൾ വന്ന് കൂട്ടുകൂടി മുട്ടയിടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഈ ചിലന്തി ചെയ്തതുകൊണ്ട് ആ ചിലന്തിയെ കൊല്ലാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട മൂസദ്ദമീരി റഹിമുള്ള അവിടുത്തെ ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിന്റെ 3-ാം വാള്യം 235-ാമത്തെ പേജിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്താ ഹദീസ്? അൽ അങ്കബൂത്തു ഷൈത്വാനുൻ. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി, ചിലന്തി. ഈ ചിലന്തി എന്ന് പറഞ്ഞാൽ അതൊരു പിശാചാണ്, ഷൈത്വാനാണ്. മസഹുല്ലാഹു ഫഖ്തുലൂഹു. അല്ലാഹു തആല അതിനെ കോലം മറിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ കൊല്ലണം. അല്ലാഹു തആല കോലം മറിച്ചുണ്ടാക്കിയ ഒരു ജീവിയാണ് ഈ എട്ടുകാലി, അതുകൊണ്ട് നിങ്ങൾ അതിനെ കൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഹദീസ് ബഹുമാനപ്പെട്ട മൂസദ്ദമീരി റഹിമഹുല്ല അൽ ഹയാത്തുൽ ഹൈവാനുൽ കുബ്രയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ മൂസദ്ദമീരി റഹിമഹുല്ല പറയുന്നത് അല്ലാഹു തആല കോലം മറിച്ച് ഉണ്ടായ ഒരു ജീവിയാണ് എട്ടുകാലി എന്നുള്ളത്. അപ്പൊ എന്തിനെയാണ് കോലം മറിച്ചത്, എങ്ങനെയാണ് കോലം മറിച്ചത്? അത് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ല അവിടുത്തെ ഫൈലുൽ ഖദീർ എന്ന് പറയുന്ന കിതാബിന്റെ 4-ാം വാള്യം 502-ാമത്തെ പേജിൽ പറയുന്നത്, കാന ഇംറഅത്തുൻ, അതൊരു പെണ്ണായിരുന്നു. ആര്? ഈ എട്ടുകാലി എന്ന് പറയുന്നത് മുമ്പ് അതൊരു പെണ്ണായിരുന്നു. സഹറത്ത് സൗജുഹ, ആ പെണ്ണ് സ്വന്തം ഭർത്താവിന് സിഹർ ചെയ്തു. സ്വന്തം ഭർത്താവിന് സിഹർ ചെയ്ത ഒരു പെണ്ണിനെ അല്ലാഹു തആല കോലം മറിച്ചിട്ട് ചിലന്തിയാക്കി മാറ്റിയതാണ്, എട്ടുകാലിയാക്കി മാറ്റിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ല പറയുന്നുണ്ട്. അപ്പൊ മുമ്പ് കാലങ്ങളിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുപാട് അമ്പിയാക്കന്മാർ, ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാർ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്, അല്ലെ? അതിൽ പല അമ്പിയാക്കന്മാരുടെയും സമൂഹത്തിൽ നിന്ന് ചില ആളുകളെ അല്ലാഹു തആല പല ജീവികളാക്കിയിട്ട് കോലം മറിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്ന ഹദീസിൽ വളരെ വ്യക്തമായി കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. 13 തരം ആളുകളെ 13 തരം ജീവികളാക്കിയിട്ട് അല്ലാഹു തആല കോലം മറിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ല. അപ്പൊ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിന് അല്ലാഹു തആല കോലം മറിക്കാത്തത്? അത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്, എന്റെ സമൂഹത്തിനെ നീ ദുനിയാവിൽ വെച്ച് കോലം മറിക്കരുത് പടച്ചോനെ എന്ന്. അപ്പൊ അള്ളാന്റെ റസൂല് ദുആ ചെയ്താൽ പിന്നെ ഉണ്ടാ അള്ളാഹു സ്വീകരിക്കാതിരിക്കുന്നത്? അതുകൊണ്ടാണ് അല്ലാഹു തആല മുത്തുനബിന്റെ ഉമ്മത്തിനെ ദുനിയാവിൽ വെച്ച് കോലം മറിക്കാത്തത്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. അപ്പൊ പണ്ട് കാലത്ത് സ്വന്തം ഭർത്താവിനിക്ക് സിഹർ ചെയ്ത ഒരു പെണ്ണിനെ അല്ലാഹു തആല കോലം മറിച്ച് എട്ടുകാലിയാക്കി മാറ്റിയതാണ്, അതുകൊണ്ട് അതിനെ കൊല്ലണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ല പറയുന്നുണ്ട്.
അപ്പൊ അള്ളാഹു താല ഒരു പെണ്ണിനെ കോലം മറിച്ചിട്ടാണ് എട്ടുകാലിയാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട മൂസദ്ദമീരി റഹിമഹുല്ലാഹും പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനിയും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ ജമൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹല്ലിയിൽ ബഹുമാനപ്പെട്ട ഇമാം കല്യൂബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അങ്കബൂത്തിനെ എട്ടുകാലിയെ കൊല്ലൽ നദ്ബൻ സുന്നത്താണ്. അപ്പൊ നമുക്ക് വിധി കിട്ടി. എന്താണ്? അങ്കബൂത്തിനെ കൊല്ലല് സുന്നത്താണ്, കൊല്ലാൻ പാടില്ല എന്നൊന്നുമില്ല, കൊല്ലല് സുന്നത്താണ്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാല് അത് പറഞ്ഞു തന്നെയാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഒരു ഇമാമ് തന്നെയാണ് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഖർബൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ബുർദന്റെ ഷർഹില് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ബുർദക്ക് ഒരുപാട് ഷർഹുകളുണ്ട്. അതില് മഹാനവറുകൾ പറയുന്നത്, മക്കത്ത് ഹറമിലുള്ള പ്രാവുകളെയും ചിലന്തികളെയും കൊല്ലാൻ പാടില്ല. എന്നാൽ പല ആളുകളും പറയുന്നു അങ്ങനെയുള്ള ഒരു ഹദീസ് ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ ബുർദയുടെ വേറൊരു ഷറയില് ബഹുമാനപ്പെട്ട മുല്ലാൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്, ഈ മക്കത്തുള്ള പ്രാവിനെയും അങ്കബൂത്തിനെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത്, പ്രാവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് ആ പ്രാവ് അതിന്റെ പരമ്പരയിൽ ഇങ്ങനെ വരുന്നതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഗുഹയില് പ്രാവ് ഒന്ന് മുട്ടയിട്ട് അടയിരുന്നല്ലോ, അതിന്റെ പാരമ്പര്യത്തിൽ വരുന്ന പ്രാവുകളായതുകൊണ്ട് പ്രാവുകളെ കൊല്ലാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ അങ്കബൂത്ത് എട്ടുകാലിയുടെ ആ പരമ്പര അത് മുറിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ചെലന്തിയെ എട്ടുകാലിയെ എവിടെയായാലും കൊല്ലാം, എവിടെയായാലും കൊല്ലല് സുന്നത്താണ്. പ്രാവിനെ മാത്രം, ഈ ഹറമിലുള്ള പ്രാവിനെ കൊല്ലാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മുല്ലാൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചിലന്തിയെ കൊല്ലല് സുന്നത്താണ്. അതിനെ കൊല്ലുകയും അതിന്റെ മാറാലകളൊക്കെ, ചിലന്തി വലകളൊക്കെ നമ്മൾ താമസിക്കുന്ന വീടുകളിൽ എന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് മൊത്തം അത് മാറ്റണം, അത് എടുത്തു കളയണം. അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും, വളരെ ഭയാനകമായ ദാരിദ്ര്യമുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസുകളൊക്കെ നമ്മൾ കണ്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം തന്നുകൊണ്ടോ കടം തന്നുകൊണ്ടോ രോഗം തന്നുകൊണ്ടോ ഒരു ബുദ്ധിമുട്ട് തന്നുകൊണ്ടോ പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ, സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടിയുള്ള ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി അള്ളാഹു തആല മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.